ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിന്റെ ഇനി ഉടനെ തന്നെ വരാൻ പോകുന്ന കിടിലൻ സംഭവങ്ങൾ നിറഞ്ഞ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും രാജീവിന്റെ തടങ്കലിൽ നിന്നും സഹോദരന്മാരുടെ സഹായത്തോടെ രക്ഷപ്പെട്ട സുധീഷ് അപ്രതീക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിയതോടെ രാജീവും ഹേമയും അരുണും ഒക്കെ ആകെ അമ്പരക്കുകയും പരിഭ്രാന്തരാകുകയും ചെയ്യുന്നു. താൻ നേരിട്ട ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സുധീഷ് തന്നെ ഉപദ്രവിച്ച ഗുണ്ടയെയും സഹോദരന്മാരെയും കൂടെ ഹാജരാക്കി രാജീവിന്റെ ചതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. നല്ലപോലെ തല്ലിച്ചയച്ച ഗുണ്ടയെ കൂടെ അവര് കൂടെ കൊണ്ടുവന്നു. രാജീവ് ആണെങ്കിൽ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ആ ഗുണ്ടയുടെ നേർക്ക് തിരിയുകയാണ്. ആരാടാ നിന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത്? എന്റെ മരുമനെ ദ്രോഹിക്കാൻ നിനക്ക് എത്ര ധൈര്യം വേണം? ഇതും പറഞ്ഞ് രാജീവ് ഗുണ്ടയെ അടിക്കാൻ കൈയൊങ്ങുന്നതും പെട്ടെന്നാണ് രാജീവിന്റെ അടി കൊള്ളാൻ പോയ ഗുണ്ടയ്ക്കും രാജീവിനും ഇടയിൽ ഒരു മതില് പോലെ സുഭാഷ് വന്നു നിന്നത്. സുഭാഷിന്റെ കണ്ണുകളിലെ കത്തുന്ന കോപം കണ്ട് രാജീവ് ഒന്ന് പതറിപ്പോയി. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ പോലെയുള്ള മാന്യന്മാരെ വിശ്വസിച്ചാണല്ലോ ഞാൻ സുധീഷിനെ ഇങ്ങോട്ട് അയച്ചത് എന്ന്. നിധിക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. നിധി ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുമ്പോൾ നികേഷാണ് ആ സത്യം തുറന്നടിക്കുന്നത്. ഏട്ടതി, ഈ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ അച്ഛനാണ് സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയതും എല്ലാം കവർന്നതും. ഇവരാണ് ഈ നാടകത്തിന്റെ തിരക്കഥാകൃത്തുകൾ എന്ന്. ആ വാക്കുകൾ കേട്ട് നിധി തകർന്നുപോയി. തന്റെ അച്ഛനും സഹോദരനും ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് നിധിക്ക് വിശ്വസിക്കാനായില്ല. ആ വീട് പെട്ടെന്ന് നിശബ്ദമായി. രാജീവിന്റെയും അരുണിന്റെയും മുഖം പേടിച്ച് വിളറി വെളുത്തു. അവിശ്വസനീയമായ നികേഷിന്റെ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ തകർന്നു നിൽക്കുകയാണ് നിധി. നികേഷിന്റെ വാക്കുകൾ ഓരോന്നും രാജീവിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റുന്നവയായിരുന്നു. സുധീഷിനെ ഇല്ലാതാക്കാനും തന്നെ ഈ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനും സ്വന്തം പിതാവ് തന്നെ അപകടം ആസൂത്രണം ചെയ്തുവെന്ന സത്യം നിധിക്ക് ഉൾക്കൊള്ളാനായില്ല. രാജീവ് പരിഭ്രമം മറച്ചുവെച്ച് മകളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുധീഷിന്റെ ചോദ്യങ്ങൾ അയാളെ നിശബ്ദനാക്കി. തന്നെ വെല്ലുവിളിച്ചതും കള്ളനാക്കാൻ ശ്രമിച്ചതും സുധീഷ് അക്കമിട്ട് നിരത്തിയപ്പോൾ രാജീവ് ആകെ പതറിപ്പോയി. ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മോളെ എന്ന പതിവ് ന്യായീകരണം ഇത്തവണ നിധിയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. തടവ് പുള്ളിയെ പോലെ തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ മുതിർന്ന അരുണിന്റെയും ഹേമയുടെയും കൈകൾ നിധി ദേഷ്യത്തോടെ തട്ടിമാറ്റി. അങ്ങനെ നിധി തന്റെ അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി പൊട്ടിത്തെറിക്കുകയാണ്. അവളുടെ ഉള്ളിലെ പേടിയും സങ്കടവും എല്ലാം ദേഷ്യമായി പുറത്തു വന്ന നിമിഷമായിരുന്നു അത്. നിധി പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് ഇതാണോ? സുധീഷിനെ നാണം കെടുത്തിയും നശിപ്പിക്കാൻ നോക്കിയും എനിക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത്? സുധീഷിന് ചീത്തപ്പേരുണ്ടാക്കിയും തകർക്കാൻ നോക്കിയും കിട്ടുന്ന ഈ സ്ഥാനമൊന്നും എനിക്ക് വേണ്ട. ഏതായാലും പിന്നീട് ഹരീഷ് കൊണ്ടുവന്ന ഗുണ്ടയുടെ മൊഴി കൂടെ കേട്ടതോടെ രാജീവിന്റെ പ്ലാനുകളെല്ലാം പാടെ തകർന്നു. സ്വർണവും പണവും നൽകി സുധീഷിനെ കെണിയിൽ വീഴ്ത്താൻ നോക്കിയത് വെറും ബിസിനസ് തന്ത്രമല്ല, മകളുടെ ജീവിതം തകർക്കാനുള്ള ചതിയായിരുന്നുവെന്ന് അവിടെ തെളിഞ്ഞു. അങ്ങനെ പിന്നെ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് നിധി ഉറപ്പിക്കുകയാണ്. മുകളിലേക്ക് പോയി തന്റെയും സുധീഷിന്റെയും സാധനങ്ങൾ ഒതുക്കി വെച്ച് നിധി താഴേക്ക് വന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, ഈ ബന്ധങ്ങൾക്കൊന്നും ഇനി എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്നും അഭിമാനത്തിന് വേണ്ടി സ്വന്തം മകളെ ചതിക്കുന്നവർക്ക് മുന്നിൽ എനിക്കിനി ഒന്നും പറയാനില്ലെന്നും നിധി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു. ഇതിനിടയിൽ നികേഷ് പോലീസിൽ പരാതിപ്പെടാൻ നിർബന്ധിച്ചെങ്കിലും അവരെ അവരുടെ വിധിക്ക് വിട്ടേക്കാം എന്നായിരുന്നു സുഭാഷിന്റെ തീരുമാനം. രാജീവിന്റെ ശാപവാക്കുകളെ എല്ലാം അവഗണിച്ച് സുധീഷിന്റെയും സഹോദരന്മാരുടെയും ഒപ്പം നിധി ആ വീടിന്റെ പടിയിറങ്ങി. കൊട്ടാര സദൃശമായ ആ വീടിനേക്കാൾ തനിക്ക് സമാധാനം ലഭിക്കുന്നത് സുധീഷിന്റെ കൂടെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിധി നടന്നു നീങ്ങി. തന്നെ 23 വർഷം വളർത്തിയവരെക്കാൾ പ്രതിസന്ധിയിൽ കൂടെ നിന്ന് സുധീഷിന്റെയും സഹോദരന്മാരുടെയും സ്നേഹമാണ് വലുതെന്ന് നിധി ഉറപ്പിച്ചു പറഞ്ഞു. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നിധി ഇറങ്ങിയപ്പോൾ ആ ശബ്ദം ആ വലിയ വീടിനുള്ളിൽ ആകെ മുഴങ്ങി കേട്ടു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ തന്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദനകൾ ഓർത്ത് നിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാം എന്റെ അച്ഛൻ കാരണമാണല്ലോ എന്ന കുറ്റബോധം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കൈകൂപ്പി മാപ്പിരുന്ന നിധിയെ സുഭാഷ് നെഞ്ചോട് ചേർത്തു. മോളെ, ചതിയുടെ ഈ പുകമറയിൽ നിന്ന് നീ പുറത്തു കടന്നല്ലോ, അത് മതി ഞങ്ങൾക്കെന്ന് സുഭാഷ് നിധിയെ സമാധാനിപ്പിച്ചു. യാത്ര തിരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സുധീഷ് വീണ്ടും അകത്തേക്ക് കയറിയത്. എല്ലാവരും അമ്പരന്ന് നിൽക്കെ അവൻ അരുണിന് നേരെ നടന്നു. തന്നെ കെട്ടിയിട്ട് തല്ലിച്ചയച്ച അരുണിന്റെ കരണത്തടിച്ച് സുധീഷ് തന്റെ പക പോകുന്നു. നിങ്ങളേൽപ്പിച്ച മുറിവുകൾക്കുള്ള ചെറിയൊരു സമ്മാനമാണിത് എന്ന് പറഞ്ഞ് അവൻ അരുണിനെ തള്ളി മാറ്റി. തടയാൻ വന്ന രാജീവിനോട് പ്രായത്തെ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ തന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരരുതെന്നും സുധീഷ് കർക്കശമായി തന്നെ പറഞ്ഞു. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന്റെ ചാവി ഉയർത്തിക്കാട്ടി സുധീഷ് രാജീവിനെ പരിഹസിക്കുകയാണ്. ഈ വണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് എടുത്തോ. രാജീവിന്റെ തടിമിടുക്കിനും അഹങ്കാരത്തിനും കിട്ടിയ കൃത്യമായ മറുപടിയായിരുന്നു ആ വാക്കുകൾ. അതിനുശേഷം രാത്രി ഏറെ വൈകിയാണ് അവർ കിളിക്കൂട്ടിൽ തിരിച്ചെത്തിയത്. അകത്തെത്തുമ്പോഴും പുറത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കിടക്കുന്ന ഭാസ്കറിനെ കണ്ടിട്ട് നികേഷിന് ദേഷ്യം വന്നു. മരണവക്കിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്നിട്ടും മിണ്ടാതെ കിടക്കുന്ന ഇയാൾ എന്ത് മനുഷ്യനാണ് എന്നുള്ള നികേഷിന്റെ ആ ചോദ്യം കേട്ടതും എല്ലാവരും ഒന്ന് നിശബ്ദരായി. പക്ഷേ നിധി അതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ അകത്തേക്ക് നടന്നു. പഴയ വേദനകളെല്ലാം മറന്ന് നാളെ മുതൽ പുതിയൊരു തുടക്കം വേണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു നിധി.
വീട്ടിലെത്തിയ ഉടനെ സുഭാഷ് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. പിന്നെ ദൈവത്തിന്റെ പടത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന് സുഭാഷ് ആശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസം വിട്ടു. ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി എന്ന് സുഭാഷ് പതുക്കെ മന്ത്രിച്ചു. ആ വാക്കുകളിൽ വലിയൊരു യുദ്ധം ജയിച്ചു വന്ന ആശ്വാസമുണ്ടായിരുന്നു. ഹരീഷ് ആണെങ്കിൽ അപ്പോഴും രാജീവിന്റെ ക്രൂരതകളെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. സുധീഷേട്ടാ, നിങ്ങളുടെ അമ്മായിയപ്പൻ വെറും ഒരു ബിസിനസ്സുകാരനല്ല, കരുതി കൂട്ടി ചതിക്കുന്ന ഒന്നാന്തരം ക്രിമിനല. രാജീവിനോടുള്ള പക സുധീഷിന്റെ ഉള്ളിലും കനലായി എരിയുന്നുണ്ട്. നിധിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ പലതും അടക്കി പിടിച്ചതെന്നും അർഹിക്കുന്ന മറുപടി അയാൾക്ക് വൈകാതെ തന്നെ തിരിച്ചു കൊടുക്കുമെന്നും സുധീഷ് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. പിന്നീട് നിധിയെ സുഭാഷ് അഭിനന്ദിക്കുന്നുണ്ട്. നിന്റെ വീട്ടുകാർ മുഴുവൻ സുധീഷിനെ കള്ളനാണെന്ന് വിളിച്ചപ്പോഴും നീ മാത്രം അവനെ ചേർത്ത് പിടിച്ചല്ലോ മോളെ. ആ വിശ്വാസമാണ് ഇന്ന് അവനെ നമ്മുടെ മുന്നിൽ എത്തിച്ചത്. അപ്പൊ നിധി പറയുന്നു, സുധീഷിന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം സുമേഷേട്ടാ. സുധീഷ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആ സംസാരത്തിനിടയിൽ നിധി മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിലെ വെള്ളം കുടിക്കാനായിട്ട് എടുത്തു. അത് നികേഷ് കുടിച്ച് ബാക്കി വെച്ചതാണെന്ന് സുഭാഷ് ഓർമ്മിപ്പിച്ചെങ്കിലും അവൾക്ക് പരാതിയൊന്നുമില്ലായിരുന്നു. നമ്മൾ തമ്മിൽ ഇനി എന്ത് വേർതിരിവാണുള്ളത് സുഭാഷേട്ടാ, ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നിധി ആ വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം സുധീഷും നിധിയും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ബാഗിലുണ്ടായിരുന്നത് വെറും മുക്കുപണ്ടങ്ങളാണെന്നാണ് സുധീഷ് കരുതിയതെങ്കിലും അവ യഥാർത്ഥ സ്വർണമായിരുന്നുവെന്ന് നിധി സ്ഥിരീകരിച്ചു. തന്റെ അച്ഛൻ ഇത്തരം വൻതോതിലുള്ള സ്വർണ്ണ കൈമാറ്റങ്ങൾ പതിവായി നടത്താറുണ്ടെന്നുള്ള നിധിയുടെ വെളിപ്പെടുത്തൽ അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. എന്നാൽ ഇതിനിടയിലാണ് സുധീഷ് തന്റെ രഹസ്യ നീക്കം പുറത്തെടുത്തത്. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും തിളങ്ങുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ അവൻ ആ മേശപ്പുറത്തേക്ക് വെക്കുന്നു. ഇതെന്താണ് സുധീഷ് എന്ന് അമ്പരപ്പോട് ചോദിച്ച നിധിയോട് സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ എന്നെ ചങ്ങലക്കിട്ട് തല്ലിച്ചേച്ചേനെ അമ്മായിപ്പം തന്ന നഷ്ടപരിഹാരമായിട്ട് ഇതിനെ കൂട്ടിക്കോ. എന്റെ ചികിത്സാ ചെലവിനുള്ള കാശ് ഞാൻ തന്നെ എടുത്തതാ. സുധീഷ് അങ്ങനെ ചെയ്തെന്നറിഞ്ഞ് സുഭാഷ് ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും നിധി പറയുന്നത് ഇങ്ങനെയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വിഷമമായേനെ. അത്രയും അപമാനിച്ചവർക്ക് ഇതൊരു പാഠമാകണം. എന്തായാലും നിധി തന്റെ പക്ഷം പിടിച്ചതില് സുധീഷിന് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി. അതേസമയം സുധീഷിനേക്കാൾ വലിയൊരു സർപ്രൈസ് നിധിയുടെ പക്കലുണ്ട്. മടിയോടെയാണെങ്കിലും നിധി തന്റെ പേഴ്സിൽ നിന്ന് ചില രേഖകൾ പുറത്തെടുത്തു. തന്റെ വ്യക്തിഗത രേഖകളായ പാൻ കാർഡും വോട്ടർ ഐ ഡിയും മറ്റ് തിരിച്ചറിയൽ രേഖകളും നിധി കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നൽകില്ലെന്ന് പറഞ്ഞല്ലേ അവർ എന്നെ അവിടെ തടഞ്ഞു വെച്ചത്. അപ്പോഴേ എല്ലാവരുടെയും കണ്ണുമടിച്ച് ഞാൻ ഇതങ്ങ് എടുത്തു. നിധി അത് പറഞ്ഞു തീർന്നതും എല്ലാവർക്കും അത് കേട്ട് സന്തോഷമാവുകയാണ്. നികേഷൊക്കെ ആവേശത്തോടെ കൈയടിക്കുന്നു. എന്തായാലും താൻ പാവമാണെന്ന് കരുതിയ നിധി ഇപ്പോൾ തന്നെ പോലെ തന്നെ ബുദ്ധിപരമായി ചിന്തിക്കാൻ തുടങ്ങിയല്ലോ എന്ന് സുധീഷ് ഉള്ളിൽ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ വീടിനുള്ളിൽ കുറച്ചു നേരത്തേക്ക് ചിരിയും കളിയും നിറഞ്ഞു നിന്നു. അതിനുശേഷം അങ്ങനെ രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നികേഷ് പെട്ടെന്ന് അപരിചിതനായ ഒരാൾ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. രാജീവ് അയച്ച ഗുണ്ടയായിരുന്നു കേട്ടോ അത്. വന്നപാടെ ആ ഗുണ്ട കാറിന്റെ താക്കോല് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ബഹളം കേട്ട് സുധീഷ് പുറത്തേക്ക് വന്നു. അയാളെ കണ്ടതും സുധീഷ് ഒന്ന് വരട്ടുകയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് നീ പിന്നാലെ പാഞ്ഞെത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് അയാളെ തല്ലാൻ തുനിഞ്ഞപ്പോ നിധിയാണ് തടയുന്നത്. വേണ്ട സുധീഷ്, ഇയാളെ തല്ലി ആ അഴുക്കുകൂടെ നമ്മുടെ കയ്യിൽ പുരളേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് നിധി ആ കാറിന്റെ താക്കോല് അയാളുടെ നേരെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. താക്കോല് കിട്ടിയതും ഗുണ്ട കാറിന് ചുറ്റും നടന്ന് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ആ നോട്ടമൊക്കെ കണ്ടപ്പോൾ നിധിക്ക് പുച്ഛമാണ് തോന്നിയത്. ഗുണ്ടയോടായിട്ട് പറയുകയാണ്, നിങ്ങളെപ്പോലെ പ്ലാൻ ചെയ്ത് വണ്ടി എടുപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലെന്ന് പോയി നിന്റെ മുതലാളിയോട് പറ. ഞങ്ങൾ മോഷണം നടത്തുന്നവരല്ലെന്ന് അയാൾ ഇപ്പോഴെങ്കിലും അറിയട്ടെ. ഇവിടെ കൂടുതൽ നേരം നോക്കി നിൽക്കാതെ വണ്ടി എടുത്ത് പോടാ എന്ന് സുധീഷ് ആജ്ഞാപിച്ചതും ഗുണ്ട പേടിച്ച് വണ്ടിയും കൊണ്ട് പോകുന്നു. അങ്ങനെ ശത്രുക്കളുടെ അവസാന അടയാളവും ആ വീട്ടുമുറ്റത്ത് നിന്ന് മാഞ്ഞുപോയി. തങ്ങൾ ജയിച്ചുവെന്ന ആശ്വാസത്തോടെ നിധിയും സുധീഷും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിധിയുടെ ആ തന്റെ ഇടം കണ്ടപ്പോ സുധീഷിന് അഭിമാനം തോന്നുകയാണ്. അവൻ നികേഷിന്റെ തോളിൽ തട്ടി ആവേശത്തോടെ പറയുകയാണ്, നികേഷേ കണ്ടോടാ, നിധി ഇപ്പൊ ശരിക്കും നമ്മുടെ ടീമായി മാറി. സ്വന്തം കുടുംബത്തെക്കാൾ തന്നെയും തന്റെ കൂട്ടുകാരെയും വിശ്വസിക്കാൻ തുടങ്ങിയ നിധിയുടെ മാറ്റം സുധീഷിനെ അത്രമേൽ സന്തോഷിപ്പിക്കുന്നു. ആ ആവേശത്തിൽ അവൻ നികേഷിനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് നിധി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ സുധീഷിന് ഒരു കുസൃതി തോന്നി. വേദനയൊക്കെ അഭിനയിച്ച് നിധിയെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ സുധീഷ് തീരുമാനിക്കുകയാണ്. സുധീഷ് മുഖം ചുളിക്കുന്നത് കണ്ടതും നിധിക്ക് വെപ്രാളമായി കേട്ടോ. സുധീഷേ, നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ കാണാം, ഈ മുറിവുകൾ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല നിധി, ഒന്ന് നന്നായി ഉറങ്ങിയാൽ മാറാവുന്നതേ അല്ലേ ഉള്ളൂ ഇത്. ഏതായാലും കുറ്റബോധം കൊണ്ട് നിധിയുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് കണ്ടപ്പോ സുധീഷ് പതുക്കെ പറയുകയാണ് നിധിയോട്, ഇതൊന്നും തന്റെ തെറ്റല്ലല്ലോ, അതുകൊണ്ട് നിധി പോയി വിശ്രമിക്കാൻ നോക്ക്. അത് കേട്ട് നിധി വിതുമ്പലോടെ അകത്തേക്ക് നടക്കുമ്പോഴും അവളുടെ ഓരോ നോട്ടത്തിലും സുധീഷിനോടുള്ള ഒരു വലിയ കരുതൽ വ്യക്തമായിരുന്നു. നിധി അകത്തേക്ക് പോയതും സുധീഷ് തന്റെ യഥാർത്ഥ സന്തോഷം നികേഷിനോട് പങ്കുവച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലമുണ്ടായടാ. അവൾ
കണ്ട നോട്ടത്തിലും പെരുമാറ്റത്തിലും ഇപ്പൊ ആ പഴയ അകൽച്ചയൊന്നുമില്ല. പകരം ഒരു പ്രേമം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സുധീഷിന്റെ ഈ റൊമാൻറ്റിക് ഭാവം കണ്ടതും നികേഷ് കളിയാക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ടും അയൽപ്പക്കത്തെ പെണ്ണിനെ പ്രേമിക്കുന്നത് പോലെ ഒളിച്ചും പാത്തും പ്രണയിക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. നികേഷിന്റെ ആ തമാശ കേട്ട് സുധീഷ് ഒന്ന് ചിരിച്ചു. തന്റെ ഭാര്യ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് സുധീഷിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. അവൾ എപ്പോഴായിരിക്കും തന്നെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കുക എന്ന് അവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ ഈ സമയത്ത് സുധീഷേട്ട എന്ന ആ വിളി അത്ര പന്തിയല്ലെന്നും പണ്ട് സുനന്ദ സുഭാഷിനെ അങ്ങനെ വിളിച്ചപ്പോഴുണ്ടായ പുകലുകൾ മറക്കേണ്ടെന്നും നികേഷ് സുധീഷിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേട്ടതും പിന്നെ സുധീഷ് ചിരിച്ചുകൊണ്ട് പുതിയ പ്ലാനുകൾ ഇടാൻ തുടങ്ങി. എങ്കിൽ പിന്നെ ആ ചേട്ടൻ വിളി അങ്ങ് ഒഴിവാക്കാം. പകരം മൈ സ്വീറ്റ് ഹാർട്ട് എന്നോ മൈ ബേബി എന്നോ അവൾ എന്നെ വിളിക്കുന്നത് ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം. ഇങ്ങനെ ഒരു കള്ളച്ചിരിയോടെ സുധീഷ് വെല്ലുവിളിക്കുന്നു. വീടിനുള്ളിൽ നിധി തന്റെ രേഖകളെല്ലാം ഭദ്രമായി അടുക്കി വെക്കുമ്പോൾ പുറത്ത് സുധീഷ് തന്റെ പ്രണയ സ്വപ്നങ്ങൾക്ക് നിറം നൽകുകയാണ്. ഒരുപാട് സങ്കടങ്ങൾക്ക് ശേഷം ആ കൊച്ചു വീട്ടിൽ സന്തോഷത്തിന്റെ വെട്ടം വീണ്ടും തെളിയുകയാണ്.